നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫെങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാം. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. ചൊവ്വാഴ്ച നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ച. ഇന്നത്തെ നിറം ചുവപ്പാണ്. സംഖ്യ 9 ഇന്ന് 1190 ഇടവ മാസം 12 തീയതി പൂര നക്ഷത്രം 60 നാഴികയ്ക്കുണ്ട്. സ്വാതന്ത്ര്യബോധമുള്ളതിനാൽ മറ്റാരുടെയെങ്കിലും കീഴിൽ പ്രവർത്തിക്കാൻ മനപ്രയാസമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. തങ്ങളുടെ എല്ലാ ഇടപാടുകളിലും മാന്യതയും അന്തസ്സും പുലർത്തുന്നവരാണിവർ. ന്യായവിരുദ്ധമായ കാര്യങ്ങൾ എവിടെ കണ്ടാലും ശക്തിയുക്തം എതിർക്കുന്നവരുമാണ്. ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ ഉണ്ടായിരിക്കും. അതെപ്പോഴും കരുതിയിരിക്കുക. ശനിദോഷം തുടരുന്നു. അങ്ങനെ കടന്നു പോകുന്ന ദിവസം നമുക്ക് ആദ്യമായി ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. എന്താണ് പേര്? ബിജുകുമാർ. ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? ബിജുകുമാർ പറയൂ. ബിജുകുമാർ, ഞാൻ ജനിച്ചത് 3/12/1971 രാവിലെ 12:30 1971. 3/12/1971. സമയം, സ്ഥലം? സ്ഥലം ചവറ. സമയം 12:30 വെളുപ്പിനെ. രാത്രി. എന്താണ് അറിയേണ്ടത് ബിജുകുമാർ? പറഞ്ഞോളൂ. ഇപ്പോഴത്തെ അവസ്ഥകളും പിന്നെ ഇനിയുള്ള യോഗങ്ങളും കാര്യങ്ങളും ഒന്നും മൊത്തത്തിലൊന്ന് പറഞ്ഞാൽ. രോഹിണി നക്ഷത്രമാണ്. അതെ. രോഹിണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോഴത്തെ സമയം അത്ര അനുകൂലമല്ല. ശനി ദോഷമുള്ളതാണ്. കണ്ടൽ ശനി എന്ന് പറയും. അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. അതുപോലെ വ്യാഴം ഇപ്പം ഗോചരം വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് അനുകൂലമല്ല. അത് ഇനി ജൂലൈ 2016 ശേഷമേ അത് അനുകൂലമാകുകയുള്ളൂ. അതുപോലെ ശനി ദശ ഇപ്പം നടക്കുകയാണ്. ശനി ദശയിൽ തന്നെ ശനിയുടെ അപഹാരം നടക്കുകയാണ്. അതിന് സ്വാപഹാരം എന്ന് പറയും. ഏത് ദശയുടെയും സ്വാപഹാരം അത്ര അനുകൂലമല്ല. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സെപ്റ്റംബർ 2017 ശേഷം മാത്രമേ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുവരെ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതേറ്റവും നല്ലതാണ്. ദീർഘായുസ്സാണ്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ തരുന്ന യോഗമാണ്. അത് കൂടാതെ ഈ ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കർമ്മത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് അക്കാര്യത്തിൽ വളരെ കരുതൽ വേണം. 10 പറഞ്ഞാൽ കർമ്മമാണ്, ജോലിയാണ്. ഇതിന് പരിഹാരമായിട്ട് ഒരു ചുവപ്പ് പവിഴം ധരിക്കുന്നതല്ലാണ്. നിങ്ങളുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അത് ഒരു 3:30 തൊട്ട് 4:30 വരെ കാരറ്റ്, വലത്തെ കയ്യിൽ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറാണ് ധരിക്കുന്നത്. വളരെ ഉചിതമായിരിക്കും. അതെ, ആദ്യമായിട്ട് ധരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക. ബിജുകുമാറിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. പേര് പറയൂ. ശ്രീജ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. 1994 ജനുവരി 4 10:13 PM. മകൾക്ക് വേണ്ടിയാണ്. ശരി, പറഞ്ഞോളൂ. 1994 ജനുവരി 4 10:13 PM. ജനിച്ച സ്ഥലം? കണ്ണൂർ. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. ജോലി, പിന്നെ വിവാഹം, സ്റ്റോണ് ഒക്കെ. അത്തം നക്ഷത്രമാണ്. അതെ. അത്തം നക്ഷത്രം. ഈ അത്തം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോൾ ശനിയുടെ ദോഷമെല്ലാം മാറിയിരിക്കുന്ന സമയമാണ്. വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ്. നല്ല യോഗമുള്ള ജാതകമാണ്.
ശശമഹായോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. വിവാഹം ഹലോ, ശനി 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വിവാഹ താമസം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ വലിയ താമസമൊന്നും ഇതിനകത്തില്ല, കാരണം ശശമഹായോഗത്തോട് കൂടിയ ശനിയാണ്. അപ്പം ഈ സെപ്റ്റംബർ 2014 ശേഷം വിവാഹം നടക്കേണ്ട സമയമാണ്. 14 ശേഷം 14 സോറി സെപ്റ്റംബർ 17 ശേഷം സെപ്റ്റംബർ 2017 ശേഷം വിവാഹം നടക്കുന്ന കാലഘട്ടമാണ്. ജോലി ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ജോലി കിട്ടാൻ സമയമാണ്. വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുക. ജോലി ഉണ്ട്, ഇപ്പൊ ഒരു ജോലി ഉണ്ട്, അതത്ര നല്ലൊരു ജോലിയൊന്നും അല്ല. ഇപ്പം ജൂലൈ 15 മുതൽ വ്യാഴം പ്രതികൂലമാകുകയാണ്. അതായത് വ്യാഴം 12ലേക്ക് വരികയാണ്, വ്യയസ്ഥാനത്ത് നമ്മളിൽ നിന്ന് പോകുന്ന സ്ഥാനത്തേക്ക് വരികയാണ്. ധനം, ഭാഗ്യം, ഐശ്വര്യം തരേണ്ട ഗ്രഹം വ്യാഴമാണ്. അത് പ്രതികൂലമാകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ജോലി കിട്ടാനൊക്കെ താമസമാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണമൊക്കെ നടത്തുന്ന ജൂലൈ 15 ജൂലൈക്ക് മുമ്പേ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 15 ജൂലൈക്ക് മുമ്പേ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിയാൽ അത് നന്നായിരിക്കും. 15 ജൂലൈ 2015 ഈ 2 മാസത്തിനകം ശ്രമിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശ്രീജയ്ക്ക് മറുപടി. കല്യാണം ഇവിടെ തന്നെ ആയിരിക്കും. കല്യാണം ഇവിടെ ജോലിയുള്ള ആ പയ്യനാകാം, പക്ഷെ നാട്ടിൽ ജനിച്ചതായിരിക്കും. ശ്രീജയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കുക. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. നമസ്കാരം, പേര് പറയൂ. ഹലോ, നമസ്കാരം, പേര് പറയൂ. ടിവിയുടെ വോളിയം കുറച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. എന്റെ പേര് മനു. മനു പറയൂ. അബുദാബിന്ന് വിളിക്കുന്നു. ശരി, പറഞ്ഞോളൂ. ജനിച്ചത് 5 ഒക്ടോബർ 1979. 79. സമയം, സ്ഥലം? സമയം 4:50 രാവിലെ. ജനിച്ച സ്ഥലം? ജനിച്ച സ്ഥലം അബുദാബി. 6 ഒക്ടോബർ ആണോ പറഞ്ഞത്? അല്ല, 5 ഒക്ടോബർ 1979. 5 ഒക്ടോബർ. ജനന സമയം 4:50 രാവിലെ. എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ. ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ജോലി ഉണ്ടായിരുന്നു, ഫെബ്രുവരിയിൽ റിസൈൻ ചെയ്തു. ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പം എപ്പോഴത്തേനും കിട്ടാനൊരു സാധ്യത. ഉത്രട്ടാതി നക്ഷത്രമാണോ? അതെ, ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പം ശനിയുടെ ദോഷമൊന്നുമില്ല. ഇപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ നിസ്സാരമായ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോ അതിന് കാരണം ഈ ശുക്രദശയിൽ രാഹുവിന്റെ അപഹാരം നടക്കുകയാണ്. രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിനെ പറ്റി നമ്മൾ പറയുന്ന മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫാൾസ്ഹുഡ്, സോറോ എന്നൊക്കെ പറയും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രഹമാണ് രാഹു. അപ്പം രാഹു പ്രീതികരമായ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. രാഹുവിൻ്റെ അപഹാരം സബ് പീരീഡ് 2017 ജൂൺ വരെ ഉണ്ട്. ഒരു ഗോമേതമൊക്കെ ധരിക്കുന്നത് ഈ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല, അല്ലെങ്കിൽ രാഹുവിൻ്റെ ബലം കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. ഗോമേതകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പേര് ഹെസോണൈറ്റ് എന്നാണ്. അത് ഒരു 3 തൊട്ട് 4 കാരറ്റ് ഇടത്തെ കയ്യിലെ ചെറിയ വിരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പം ജൂൺ മാസം കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എന്താ? ജൂൺ മാസം കഴിഞ്ഞിട്ട് ഒരു ജോലി പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് ഹസ്ബൻഡിന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കണമെന്നിട്ടായിരുന്നു. ചോദിച്ചോട്ടെ? മറ്റേ ആരെങ്കിലും ഉണ്ടോ? എന്താ അത് ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കും. ഇപ്പം മറ്റേ പല ആൾക്കാരും ഉണ്ട്. ഇപ്പം അടുത്ത ദിവസം വിളിക്കാം.
എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് ജയലക്ഷ്മി, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. ശരി, ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? എന്റെ പേര് ജയലക്ഷ്മി, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 23 ഡിസംബർ 1964. 1964. സമയം ഉച്ചയ്ക്ക് 2:10. ജനിച്ച സ്ഥലം? ചെങ്ങന്നൂർ. പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. എന്റെ പൊതുവായിട്ട് ഇപ്പോൾ ഉള്ള ഒരു സമയം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മകൻ നക്ഷത്രമാണോ? അതെ. മകൻ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഇപ്പൊ കണ്ടകശനിയാണ്. കണ്ടകശനി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷിത ചെലവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. 2 വർഷത്തേക്ക് ഈ കണ്ടകശനിയുണ്ട്. അതായത് സെപ്റ്റംബർ 2017 ശേഷം മാത്രമേ ഒരു നല്ല സമയമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ വ്യാഴം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷമൊക്കെ തരേണ്ട വ്യാഴം പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം ഏറ്റവും നീചഗ്രഹമായ ശനിയും ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴവും അനുകൂലമല്ലാത്ത സ്ഥാനത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരും. ഭാവിയിൽ ഇത് ഏറ്റവും നല്ലൊരു ജാതകമാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അത് നല്ല ഒരു യോഗമാണ്. എന്റെ ഒരു നീലക്കല്ല് ഇരിപ്പുണ്ട്, അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് ഓപ്പോസിറ്റ് സ്റ്റോൺ ആണ്, ധരിക്കാൻ പാടില്ലാത്തതാണ്. ധരിക്കാൻ പാടില്ല? അതെ. ബ്ലൂ സഫയർ? ബ്ലൂ സഫയർ ധരിക്കാൻ പാടില്ല. എമറോൾഡ് ധരിക്കാൻ പാടില്ല. എമറാൾഡോ? മരതകം ഓപ്പോസിറ്റ് സ്റ്റോൺ ആണ്. യെല്ലോ സഫയറോ? യെല്ലോ സഫയർ ധരിക്കാം. യെല്ലോ സഫയർ ആണ് ഏറ്റവും അനുകൂലമായ രത്നം. യെല്ലോ സഫയർ ധരിക്കാം. അതൊരു 3 തൊട്ട് 4 വരെ കാരറ്റ് ഇടത്തെ കയ്യിൽ ചൂണ്ടുവരൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകത്ത് ധരിക്കുക. ആദ്യമായിട്ട് ആരോഗ്യപരമായിട്ട് എങ്ങനെ ഉണ്ടാവുന്നത്? ഭയങ്കര ശനിക്കാലത്ത് എപ്പോഴും എന്തെങ്കിലും പെയിനൊക്കെ ദേഹത്തുണ്ടാകുന്നതാണ്. ശനിയും ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശനി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇൻഫ്ലമേഷൻ ജോയിൻറ്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശനിഗ്രഹം. അത് മാത്രമല്ല വയറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുക, ഇതൊക്കെ ഈ കണ്ടകശനി കാലത്ത് ഉണ്ടാകും. അതിനുശേഷം അത് മാറുന്നതാണ്. കാരണം ഇതിനകത്ത് വ്യാഴത്തിൻ്റെ സ്ഥാനം നല്ലതാണ്. എന്നാൽ ജയലക്ഷ്മിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ഞാൻ എന്റെ സിസ്റ്റർ നവ്യക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 23 മാർച്ച് 88. പ്ലേസ് ഷാർജ. സമയം ടൈം 12:30 PM. 12:30 PM. 12:30 ഉച്ചക്ക്. 21 മാർച്ച് 1988 ഷാർജ. 23 മാർച്ച് 88. അതെ. 12:30 PM. 12:30 PM ഷാർജ. രോഹിണിയാണോ? എന്താണ് അറിയേണ്ടത്? മാരേജും അറിയണം, ജോലിയും അറിയണം. രോഹിണി നക്ഷത്രമല്ലേ? അതെ അതെ. രോഹിണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടകശനി നടക്കുകയാണ്. ശനിയുടെ ദോഷം എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും തടസ്സവും താമസവും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം 2017 സെപ്റ്റംബറിന് ശേഷം മാത്രമേ മാരേജ് നടക്കാനുള്ള സാധ്യതയുള്ളൂ. അതേസമയം രാഹു ദശയിൽ ചന്ദ്രൻ്റെ അപഹാരം നടക്കുകയാണ് ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ കാലഘട്ടത്തിൽ ഒരു നിശ്ചയമൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആഴ്ചയിൽ വിവാഹം നടക്കണമെങ്കിൽ സെപ്റ്റംബർ 2017 കഴിയണം. ഇവിടെ ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നാട്ടിൽ ജനിച്ച ആൾ ഇവിടെ ജോലിയുള്ള ആളാകാൻ സാധ്യതയുണ്ട്. അവിടെ ജോലിന്റെ ഇപ്പൊ ഒരു ജോലി ഉണ്ട്, പക്ഷെ ഒരു ബെറ്റർ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഈ കണ്ടകശനി കാലത്ത് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമയമാണ്. ഭാവിയിൽ ഈ സെപ്റ്റംബർ 2017 ശേഷം അതിനുള്ള സാധ്യതയൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെയുള്ള ജാതകമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശുക്രനും വ്യാഴമൊക്കെ നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ്. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ നല്ല ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതൊക്കെ നല്ല ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ജാതകമാണ്. പക്ഷേ
ഇപ്പോൾ ഈ കണ്ടശനി കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. അവള് ലക്കി സ്റ്റോൺ എന്താണ്? യെല്ലോ സഫയറാണ് ധരിക്കേണ്ടത്. ലക്കി കളർ? ലക്കി കളർ മഞ്ഞ. ലക്കി നമ്പറോ? ലക്കി നമ്പർ 5. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തായാലും നവ്യയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം, പേര് പറയൂ. ഹലോ, സിന്ധു, അബുദാബി. ശരി, പറഞ്ഞോളൂ. 10/5/1980. 10/5/1980. 1980. 4:20 PM. 4:20 PM. കോഴിക്കോട്. 10/5/1980. 4:20 PM കോഴിക്കോട്. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. ജനറൽ ആയിട്ട് പൂരോട്ടാതിയാണോ? പൂരിട്ടാതി. നല്ല ഒരു ജാതകമാണ്. ഇപ്പോൾ ഏതായാലും ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ്. ഇതിനകത്ത് ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. സൂര്യന് ബലമുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലെ ബലക്കുറവ് കൂടെ സൂര്യൻ പരിഹരിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകേണ്ട ഒരു ജാതകമാണ്. ഭാവി വളരെ ഇപ്പം സമയം നല്ലതാണ്. ഇപ്പം ശനിയുടെ ദോഷമൊന്നുമില്ല. നേരത്തെ ഒരു 5 വർഷമായിട്ട് ശനിയുടെ ദോഷം ഉണ്ടായിരുന്നു, അത് മാറി. 2 നവംബർ 2014 അത് മാറി. പിന്നെന്താ, ഭാവിയൊക്കെ വളരെ നല്ലതാണ്. കാരണം അപൂർവമായിട്ട് 365 ദിവസത്തിൽ 10 ദിവസമാണ് സൂര്യൻ ഏറ്റവും അത്യുച്ചത്തിൽ നിൽക്കുന്നത്. സൂര്യൻ നിൽക്കുന്ന നല്ല സ്ഥാനത്താണ്, ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. യോഗങ്ങളൊന്നും അങ്ങനെ പറയത്തക്കില്ല. പക്ഷേ ഗ്രഹനിലയാണ് ഏറ്റവും നല്ലത്. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയൂ. എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാ വിളിക്കണത്. പറയൂ. ഭർത്താവിന്റെ പേര് പ്രദീപ്. ഡേറ്റ് ഓഫ് ബർത്ത് 1982 മെയ് 10. സമയം 12:30 ഉച്ചയ്ക്ക്. ജനിച്ച സ്ഥലം തൃശ്ശൂര്. 1982 മെയ് 10 അല്ലേ? മെയ് 10. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. ആൾക്ക് എപ്പോഴും ആരോഗ്യപരമായിട്ട് കാലിന് വേദന അങ്ങനെയൊക്കെ വരാറുണ്ട്. കേട്ട നക്ഷത്രമാണോ? തൃക്കേട്ടയാണോ? തൃക്കേട്ട നക്ഷത്രം. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്കെല്ലാം കഴിഞ്ഞ 3 വർഷമായിട്ട് ഏഴരശനി എന്ന് പറഞ്ഞ ഒരു ചീത്ത സമയമാണ്. അപ്പോൾ ഏഴരശനിക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് എല്ലാവർക്കും തന്നെ. ഇതിന് പരിഹാരമായിട്ട് ഒന്നാമത് ശനി പ്രീതിപ്പെടുത്തുന്ന എല്ലാ മതപരമായ കർമ്മങ്ങൾ നടത്തുന്ന, കൂടാതെ ശനിയാഴ്ച ഉപവാസം നടത്തുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അന്നദാനമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ യെല്ലോ സഫയറാണ്. വ്യാഴം നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്. അപ്പം ഭാഗ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ടും കൂടാണ്. മാത്രമല്ല വൈദ്യനാഥൻ എന്നാണ് വ്യാഴത്തിനെ നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ രത്നം ധരിക്കുമ്പോഴത്തേക്ക് മരുന്നുകളുടെയൊക്കെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന കൂടാണ്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു 2.5 തൊട്ട് 3.5 കാറ്റ് വരെയുള്ള യെല്ലോ സഫയർ ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അത് വലത്തെ കയ്യിൽ ചൂണ്ടുവിരൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക.
ഗോപിക, മറ്റു പ്രേക്ഷകർ ലൈനിൽ നിൽക്കുന്നതിനാൽ വീണ്ടും വിളിക്കുന്നത് ഉചിതവുമായിരിക്കും. വിളിച്ചതിൽ എന്തായാലും നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം, പേര് പറയൂ. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ശാന്തമ്മ. ഞാൻ മകന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. മോന്റെ പേര് അനൂപ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് 1990 ഓഗസ്റ്റ് 6. പിന്നെ രാവിലെ 10:15 സമയം. ജനിച്ച സ്ഥലം ദുബായ്. രാവിലെ എത്ര മണിക്കാ? 10:15. 10:15. ടിവിയുടെ വോളിയം കുറച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. 10:15. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. രാവിലെ അല്ലേ? അതെ. തിരുവോണ നക്ഷത്രമാണോ? ആണ്. എന്താണ് അറിയേണ്ടത്? അറിയണ്ടേ? മകന്റെ ജോലി, മകന്റെ ഭാവി കാര്യങ്ങള് എല്ലാം ഒന്ന് അറിയണം. ജോലിക്കൊക്കെ ഭയങ്കര തടസ്സങ്ങളും കാര്യങ്ങളും. ഇപ്പൊ ജോലി ഉണ്ടോ? ഇപ്പൊ ഒരിടത്ത് ജോലിയുണ്ട്. പഠിച്ച ജോലി കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു ഇഷ്ടമല്ലാത്ത ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാ സൗഭാഗ്യത്തോടും കൂടി വന്നുള്ള നല്ല ജോലി, നല്ല സാമ്പത്തികമായ ഉയർന്ന നിലയിലുള്ള ജോലി, ഇതെല്ലാം കിട്ടാൻ അർഹതയുള്ള ഒരു ഗ്രഹം തന്നെയാണ്. വ്യാഴം അതിൻ്റെ ജനിച്ചപ്പോൾ തന്നെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. അതായത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാഹു ദശ നടക്കുകയാണ്. രാഹു ഒരു നീചഗ്രഹമാണ്. അതിൻ്റെ ദശാകാലമാണ് നടക്കുന്നത്. രാഹുവിനെ പറ്റി മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ ഇതൊക്കെ പറയും. ഈ രാഹു ദശ കഴിയുന്നത് തന്നെ 2021 വരെയുണ്ട്. അത് കഴിഞ്ഞാൽ വ്യാഴദശയാണ്. അത് ഏറ്റവും നല്ല ഒരു ദശാകാലമാണ്. ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലമാണ്. ഈ രാഹുവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ശനിയാഴ്ചയൊക്കെ ഉപവാസമൊക്കെ നടത്തുന്നതും പ്രത്യേക പൂജ അല്ലെങ്കിൽ പ്രാർത്ഥന ഇതൊക്കെ നടത്തുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. അതുപോലെ ഒരു 3 തൊട്ട് 4 വരെയുള്ള ഒരു ഗോമേതകം അത് ധരിക്കുന്നത് ഈ രാഹുവിൻ്റെ ചീത്തത്വം കുറയ്ക്കാൻ നല്ലതാണ്. എന്താണ് ഗോമേതകം? ഹെസോണൈറ്റ് എന്ന് പറയും. അത് 3 തൊട്ട് 4 വരെ കാരറ്റ് ധരിക്കുന്നത് നന്നായിരിക്കും. വാങ്ങിക്കാൻ കിട്ടുന്നു. നല്ല യോഗങ്ങളുള്ള ജാതകമാണ്. ഹംസയോഗം എന്ന് പറയും, അതുപോലെ രുചക യോഗം എന്ന് പറയും, ഗജകേസരി യോഗം എന്ന് പറയും. ഇങ്ങനെ നല്ല നല്ല യോഗങ്ങളുള്ള ജാതകമാണ്. ഭാവി വളരെ വളരെ ശോഭനമാണ്. വേറെ ഈ ജോലി മാറിക്കിട്ടാൻ വല്ല സാധ്യത വല്ലോ? ഇപ്പം 15/7/2015 മുമ്പാണെങ്കിൽ മാറാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് മാറാൻ പറ്റിയ സമയമല്ല. 15/7/2015. അതിനാണെങ്കിൽ അതിനു മുമ്പാണെങ്കിൽ മാറാം, അല്ലാതെ മാറാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്നല്ല, നല്ല ജോലി കിട്ടാൻ പ്രയാസമാണ്. അയാള് ഇന്റർവ്യൂ ഒന്നും ഒരു കോള് പോലും ഇല്ല. അതാണ് പ്രശ്നം. അയാൾക്ക് ഭയങ്കര നിരാശയാണ് ഇപ്പൊ ഉള്ളത്. അത് ഈ രാഹു ദശയുടെ പ്രശ്നങ്ങളാണ്. രാഹു ഒരു നീചഗ്രഹമാണ്. അത് മാത്രമല്ല ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. വേറെ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതേ ഉള്ളൂ. ഇതേ ചെയ്യുള്ളൂ. ഒന്ന് മതപരമായ കർമ്മങ്ങൾ നടത്തുക, അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക ചീത്തഗ്രഹങ്ങളുടെ. മറ്റൊന്ന് രത്നങ്ങൾ ധരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത്. എന്തായാലും അതിനുപരി മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചത് വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. പ്രമല. പറയൂ, എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. മകന്റെ കാര്യം അറിയാനാണ്. ശരി, പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 16/11/82. 16/11/82. 10:39 AM. 10:39 AM. ജനിച്ച സ്ഥലം കൊല്ലം. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അയാളുടെ ജോലിയും ഭാവി.
അനിഴം നക്ഷത്രമാണോ? അതെ. അനിഴം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം ഏഴശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ജന്മശനി എന്ന് പറയും. അതിൻ്റെ ഏറ്റവും കാഠിന്യം കൂടിയ സമയമാണ്. പക്ഷേ ഈ ജാതകത്തിൽ ശനിയുടെ കാഠിന്യം ഒരു 50-60% കൂടുതൽ വരത്തില്ല. കാരണം ജനിച്ച സമയത്ത് ശനി അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്ത്, അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ എന്ന് പറയും, അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു 60% വരെ മോശമാകും. എങ്കിലും 60% ഉണ്ട് ഇപ്പം. അത് സെപ്റ്റംബർ 2017 ശേഷം മാത്രമേ അത് റെഡ്യൂസ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പം അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇപ്പം ജോലി ഉണ്ടോ? ഇല്ലോ? ഇല്ല. ഉടനെ ജോലി ശരിയാവോ? ഒരു മിനിറ്റ്. ഇപ്പം ജോലി ശരിയാകാൻ ഇപ്പം കേതുർ ദശ നടക്കുകയാണ്. കേതുർ ദശയിൽ കേതുവിന് ഹേതു വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഒരു കാരണമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് കേതു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കേതുവിൻ്റെ സ്ഥാനമൊന്നും അത്ര നല്ലതല്ല. ജോലിക്ക് താമസം ഉണ്ടാകും തീർച്ചയായിട്ടും. എന്താ? ഉടനെ നടക്കാൻ സാധ്യതയില്ല. ആ പറഞ്ഞത്. എന്നത്തേക്ക് നടക്കും? ഒരു വർഷമൊക്കെ താമസിക്കും നല്ല ജോലി കിട്ടണമെങ്കിൽ. ചെറുതായിട്ടെന്തെങ്കിലും ശരിയാവോ? അതായത് നമുക്കത് തൃപ്തികരമല്ലാത്തതും സാമ്പത്തികമായിട്ട് വലിയ ഗുണമില്ലാത്തതൊക്കെ ജോലി കിട്ടാം. കാരണം ഇതിനകത്ത് ശനി ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാത്ത ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും പ്രേക്ഷകയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു ചെറിയ ഇടവേളയെത്താം. ഓക്കെ. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാം. ലൈൻ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ